സ്വന്തം വാഹനത്തിൽ ഒരു ദൂരെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്തൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത്? ഓയിൽ, എഞ്ചിൻ, AC, ബ്രേക്ക് എന്നിവ ഇങ്ങനെ എല്ലാം നമ്മൾ ചെക്ക് ചെയ്യും. ഇതിനു പുറമെ നമ്മൾ മറ്റൊരു കാര്യം കൃത്യമായി 1-2 വട്ടം നോക്കും. എന്താണത് എന്നല്ലേ? നമ്മുടെ കാറിന്റെ ബൂട്ടിനിടയിൽ നമ്മുടെ യാത്ര സുരക്ഷിതമാക്കാനായി ഒളിഞ്ഞിരിക്കുന്ന സ്പെയർ ടയർ, അതായത് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന സ്റ്റെപ്പിനി ഓക്കെ ആണെങ്കിൽ ഏത് പാതിരാത്രിയിലും വണ്ടി ഓടിക്കാൻ ധൈര്യപ്പെടുന്നവരാണ് നമ്മുടെ മലയാളികൾ. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇപ്പോൾ ഇറങ്ങുന്ന വാഹനത്തിൽ സ്റ്റെപ്പിനി എവിടെയാണെന്ന്? സ്റ്റെപ്പിനിക്ക് എന്താണ് സംഭവിച്ചത്? നമ്മൾ ആരും അറിയാതെ തന്നെ വാഹന മേഖലയിൽ വലിയൊരു വിപ്ലവം തന്നെ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊരു ചെറിയ മാറ്റമല്ല. 2020 ജൂലൈയിൽ കേന്ദ്ര സർക്കാർ മോട്ടോർ വാഹന ചട്ടങ്ങളിൽ വരുത്തിയ ഒരു ഭേദഗതിയാണ് ഇതിന് വഴിമരുന്നിട്ടത്. 2020 ഒക്ടോബർ 1 മുതൽ ട്യൂബ്ലെസ് ടയർ പ്രഷർ മോണിറ്റൈസിംഗ് സിസ്റ്റം, പഞ്ചർ റിപ്പയർ കിറ്റ് എന്നിവയുള്ള കാറുകൾക്ക് സ്റ്റെപ്പിനി നിർബന്ധമില്ലെന്ന് സർക്കാർ തീരുമാനിച്ചു. യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കാലാകാലങ്ങളായി ഉള്ള ഒരു സംഭവമാണ് സർക്കാർ ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്കും പറിച്ചു നടന്നത്. ഇതിന്റെ ഭാഗമായി ഒരുപാട് വാഹനങ്ങൾ സ്റ്റെപ്പിനി ഇല്ലാതെ പുറത്തു വരാൻ തുടങ്ങി. അതിൽ പ്രധാനപ്പെട്ടവയാണ് ടാറ്റ ടിയാഗോ EV, പഞ്ച് EV, MG കോമറ്റ്, വിൻസർ EV തുടങ്ങിയ ഇലക്ട്രിക് കാറുകളിൽ ഇപ്പോൾ സ്റ്റെപ്പിനി ഇല്ല. എന്നാൽ ഇലക്ട്രിക് വണ്ടികളിൽ മാത്രമല്ല, ടാറ്റ ഹാരിയർ, സഫാരി, ഹ്യുണ്ടായി വെർണ, ക്രേറ്റയുടെ ചില വേരിയന്റുകൾ, മാരുതി ഗ്രാൻഡ് വിറ്റാര, ഫ്രോങ്സ് ടർബോ തുടങ്ങിയ പ്രമുഖ പെട്രോൾ ഡീസൽ കാറുകളും ഇപ്പോൾ സ്പെയർ ടയർ കിട്ടാനില്ല. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നതായിരിക്കും, കമ്പനികൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഇതിന് പിന്നിൽ 3 കാരണങ്ങളാണുള്ളത്. ഒരു ടയറും അതിന്റെ റിമ്മും ഒഴിവാക്കുമ്പോൾ വണ്ടിയുടെ ഭാരം ഗണ്യമായി കുറയുന്നു. ഇത് മൈലേജ് അഥവാ റേഞ്ച് കൂട്ടാൻ സഹായിക്കും. ഇലക്ട്രിക് കാറുകളുടെ കാര്യത്തിൽ സ്റ്റെപ്പിനി ഇരിക്കുന്ന ഭാഗത്ത് കൂടുതൽ ബാറ്ററികൾ വയ്ക്കാനായിട്ട് കമ്പനികൾക്ക് സാധിക്കുന്നുണ്ട്. ഒരു ടയറും അനുബന്ധ ഉപകരണങ്ങളും ഒഴിവാക്കുന്നത് നിർമ്മാണ ചിലവ് കുറയ്ക്കാനും കമ്പനികളെ സഹായിക്കുന്നു. ഇതിന് പകരമായി കമ്പനികൾ നൽകുന്നത് ഒരു പഞ്ചർ കിറ്റാണ്. ഇനി നമുക്ക് പ്രായോഗികമായ കാര്യങ്ങളിലേക്ക് വരാം. നഗരങ്ങളിൽ വാഹനം ഓടിക്കുന്നവർക്കും 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ് ലഭിക്കുന്നവർക്കും ഇത് വലിയ പ്രശ്നങ്ങളൊന്നും സൃഷ്ടിക്കുന്നില്ല. ചെറിയൊരു ആണിയോ മറ്റോ കയറി ഉണ്ടാകുന്ന പഞ്ചർ നമുക്ക് സ്വയം മാറ്റാം. എന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ അതല്ലല്ലോ. മികച്ച എക്സ്പ്രസ് വേകൾ ഉണ്ടെങ്കിലും കുഴികൾ നിറഞ്ഞ ഉൾനാടൻ റോഡുകൾ നമുക്കുണ്ട്. യാത്രക്കിടയിൽ ടയറിന്റെ സൈഡ് വാൾ കട്ടാവുകയോ റിം വളയുകയോ അല്ലെങ്കിൽ ടയർ പാടെ നശിക്കുകയോ ചെയ്താൽ ഈ പറയുന്ന പഞ്ചർ കിറ്റ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അവിടെയാണ് സ്റ്റെപ്പിനിയുടെ വില നമ്മൾ മനസ്സിലാക്കുന്നത്. രാത്രികാലങ്ങളിൽ വിജനമായ സ്ഥലങ്ങളിൽ ടയർ ഡാമേജ് ആയാൽ ഈ പഞ്ചർ കിറ്റ് നോക്കിയിരിക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇവിടെയാണ് സ്റ്റെപ്പിനി വാലിഡ് ആകുന്നത്. എന്തുകൊണ്ടും സ്റ്റെപ്പിനി നമ്മുടെ സുരക്ഷയ്ക്ക് ഒരു മുൻതൂക്കം തന്നെ നൽകുന്നുണ്ട്. രാത്രികാലങ്ങളിൽ വിജനമായ സ്ഥലത്ത് വെച്ച് ടയർ ഡാമേജ് ആവുകയാണെങ്കിൽ പഞ്ചർ കിറ്റ് നോക്കിയിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. ഇവിടെയാണ് സ്റ്റെപ്പിനി നമ്മുടെ രക്ഷകനാകുന്നത്. സ്റ്റെപ്പിനി ഒരു ആഡംബരമല്ല, അത് നമ്മുടെ സുരക്ഷയുടെ ഒരു ഭാഗം തന്നെയാണ്. ഇന്ത്യൻ റോഡ് സാഹചര്യങ്ങൾ പഠിക്കാതെ പാശ്ചാത്യ രാജ്യങ്ങളെ അനുകരിച്ച് നിയമങ്ങൾ മാറ്റുന്നത് സാധാരണക്കാരായ യാത്രക്കാരെയാണ് ബുദ്ധിമുട്ടിക്കുന്നത്. വണ്ടി വാങ്ങുന്നവർ സ്റ്റെപ്പിനി ഉണ്ടോ എന്ന് ചോദിച്ച് വാങ്ങേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ടെക്നോളജി നല്ലതാണ്, പക്ഷെ അത് നമ്മുടെ സുരക്ഷിതത്വത്തെ ബാധിക്കരുത്. വണ്ടി ഇറക്കുന്ന കമ്പനികളും സർക്കാരുകളും ഇത്തരം നിയമങ്ങളെല്ലാം കൊണ്ടുവരുന്നതിന് മുമ്പ് നമ്മളുടെ റോഡുകളുടെ അവസ്ഥ കൂടി ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും.